ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം, ഇനി എക്സാമിനേഷൻ അധിക ദിവസങ്ങളില്ല, ചുരുങ്ങിയത് 10 ദിവസങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഇനിയുള്ള ദിവസത്തിലെ കൃത്യമായ പ്രിപ്പറേഷൻ നമ്മളെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഏത് നിലവാരത്തിലേക്ക് ഉയരണം എന്നൊക്കെ നമ്മളെ തീരുമാനിക്കുന്നത് ഈ ഒരു പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പഠിച്ച കാര്യങ്ങളെ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ഇത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ 10 ദിവസങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ഇവിടെ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ കേരള ലെവലിലായിരുന്നു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്തത്. മുഴുവൻ 4 എണ്ണമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3 എണ്ണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ജാനുവരി 15 മുതൽ 22 വരെയും, ജാനുവരി 22 മുതൽ 29 വരെയും, ജാനുവരി 29 മുതൽ 5 വരെയും ഉണ്ടായിരുന്ന എക്സാമിനേഷനുകൾ, ഓൾ കേരള ലെവലിൽ നടത്തിയിരിക്കുന്ന എക്സാമിനേഷനുകൾ കഴിഞ്ഞു. ഇനി അതിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം, അറ്റംപ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളവും ഇനി ഒരു എക്സാമിനേഷൻ കൂടി ബാക്കിയുണ്ട്. അത് ഫെബ്രുവരി 5 തുടങ്ങി ഫെബ്രുവരി 12 തീരുന്നതാണ്. ഈ ഒരു സമയത്തിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു 1.25 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എക്സാമിനേഷനാണ് ഇത്. നമ്മൾ കഴിഞ്ഞ 3 എക്സാമിനേഷന്റെ വിലയിരുത്തലുകളാണ്. നമ്മൾ ഓൾ കേരള ലെവലിലാണ് എക്സാമിനേഷൻ നടത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൾ കേരള ലെവലിലുള്ള വിദ്യാർത്ഥികൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയുടെ മാർക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് വെച്ച്, ഇവിടെ വന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് വെച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു മത്സര പരീക്ഷയുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്താൻ പറ്റും എന്ന് നിങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഒരു മാർഗനിർദ്ദേശമാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കിട്ടാൻ പോകുന്നത്. ആദ്യമായിട്ട് ടെസ്റ്റ് 1 ആദ്യമായിട്ട് നടത്തിയ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമതായിട്ട് സ്കോർ ചെയ്തിരിക്കുന്ന ആൾ നേടിയിരിക്കുന്ന മാർക്ക് 74.37 എന്നതാണ്. ഇത് 100 മാർക്കിലാണ്. ഈ ഒരു പരീക്ഷ, ഈ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ശരാശരിയേക്കാളും കുറച്ചുകൂടി നിലവാരമുണ്ടായിരുന്ന ക്വസ്റ്റ്യനുകൾ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. അതായത് ഡിഫിക്കൽട്ടി ലെവൽ അത്ര കൂടുതലല്ലായിരുന്നു, എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ ഫിദ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഈ ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 74.37 എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ സ്വയം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ് എന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന കുട്ടിക്ക് 69 മാർക്കും, മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന കുട്ടിക്ക് 60.7 മാർക്കുമാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏറെക്കുറെ മാർക്കിൻ്റെ ഒരു സ്കോർ, അതായത് ആദ്യത്തെ ഏതാണ്ടൊരു മോഡറേറ്റ് ലെവലിൽ നടന്ന എക്സാമിനേഷൻ്റെ മാർക്ക് എത്രത്തോളം ഉണ്ട്, മോഡറേറ്റിനേക്കാളും കുറച്ചും കൂടി കടുപ്പം ഉണ്ടായിരുന്നു, അതിൽ എത്രത്തോളം മാർക്ക് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് നടന്ന സെറ്റ് 2 നടന്നിരുന്ന എക്സാമിനേഷൻ്റെ പാറ്റേൺ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് 61.37 എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതനുസരിച്ച് കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ടോപ്പ് സ്കോറും കുറയും എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ 61.37 എന്ന ടോപ്പ് മാർക്കാണ് ആ കുട്ടി കരസ്ഥമാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന കുട്ടി കരസ്ഥമാക്കിയിരിക്കുന്നത് 60.38 മാർക്കാണ്. മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന കുട്ടിക്ക് ആ കുട്ടിയെക്കായാലും, അതായത് രണ്ടാമത് വന്ന കുട്ടിയെക്കായാലും 0.1 മാർക്ക് മാത്രമാണ് കുറവെന്നുള്ളത് നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. 60.37 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കിയത് കൊണ്ട്, അതായത് നെഗറ്റീവായ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മാർക്ക് കുറഞ്ഞു പോയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവിനോടുള്ള, അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യനുകളെ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ആ മാർക്ക് എന്ന് ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെ 63.37 എന്ന് പറയുന്ന മാർക്കും 60.38 എന്ന് പറയുന്ന മാർക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വിലയിരുത്തിയത്. അപ്പം അതിന് കാരണം എന്താണ്? നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പം പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ വലിയ ഘടകമുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നിങ്ങളെ മുമ്പോട്ടേക്ക് എത്തിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സ്കോർ ഷീറ്റിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് 3 കടക്കുമ്പോൾ ഇവിടെ ഉയർന്ന സ്കോർ വന്നിരിക്കുന്നത് 59.41 എന്ന മാർക്കാണ്. അടുത്തത് 52 അതായത് രണ്ടാമതായിട്ട് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥി കരസ്ഥമാക്കിയിരിക്കുന്നത് 52.42 എന്ന സ്കോറാണ്. മൂന്നാമതായിട്ട് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥി കരസ്ഥമാക്കിയിരിക്കുന്നത് 48.08 എന്ന് പറയുന്ന മാർക്കാണ്. അതായത് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുമ്പോൾ ഇവിടെ ടോപ്പ് സ്കോറും കുറയും,
അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കും കുറയും എന്നുള്ളത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ്. അതുകൊണ്ടാണ് ഈ മാർക്ക് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, ഇതുവരെ അറിയാതെ പോയി, ഇത് എഴുതാൻ അറിയാതെ പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിഷമിക്കേണ്ടതില്ല. നമ്മൾ ഒരു സെറ്റ് കൂടി ബാക്കിയുണ്ട്, ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ രജിസ്റ്റർ ചെയ്ത് എഴുതേണ്ടതാണ്. അതിനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. തുടങ്ങിക്കഴിഞ്ഞു, 5-ാം തീയതി തുടങ്ങിയതാണ്. ഇതിനുള്ള ഡേറ്റ് നമുക്ക് ഫെബ്രുവരി 12-ാം തീയതി വരെയാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു 1.25 മണിക്കൂർ കണ്ടെത്തി വളരെ കാമാൻ കോയിട്ടായിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഫീസിബിൾ ആയിട്ടുള്ള സമയം, ആ ഒരു സമയം അഡോപ്റ്റ് ചെയ്ത് തന്നെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് എഴുതാവുന്നതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. IEO എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ കൃത്യവും ചിട്ടയുമായിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നത് എടുത്ത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ IEO എക്സാമിനേഷന് വേണ്ടി തന്നെ നമ്മളൊരു ഫൈനൽ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ഒരു എക്സാമിനേഷൻ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വെന്യൂ ആണ്. മാത്രമല്ല ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ആപ്പിൽ കയറി നേരിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് കേവലം 699 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. ഈ ഒരു ചുരുങ്ങിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ തെറ്റാം, സ്വാഭാവികമാണ്, അത് എന്തുകൊണ്ട് തെറ്റി എന്നും എന്തുകൊണ്ട് ഉത്തരം വന്നു എന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള അനാലിസിസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ക്വസ്റ്റ്യനുകളുടെ എക്സ്പ്ലനേഷൻ, അതായത് ക്വസ്റ്റ്യൻ ആൻഡ് PYQന്റെ എക്സ്പ്ലനേഷൻ കൂടി ഉൾപ്പെടുത്തിയ ഒരു ബൃഹത്തായ ഒരു ഫൈനൽ ക്യാപ്സ്യൂളാണ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു എക്സാമിനേഷന്റെ അവസാന റൗണ്ടിൽ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്നത് പ്രാക്ടീസ് ആണ്. ആ ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങളെ വളരെ ഈസി ആയിട്ട് എത്തിക്കുവാൻ ഈ ഒരു ഫൈനൽ ക്യാപ്സ്യൂൾ നിങ്ങളെ സഹായിക്കുമെന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. വളരെ അഷ്വർ ചെയ്ത് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത് വളരെയധികം ബെനിഫിറ്റഡ് ആയിട്ട് മാറുന്ന ഒരു കണ്ടന്റ് ആണ് എന്നുള്ളത്. ഇനിയും ലോകത്തിൽ ആകമാനമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് IEO പോലുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് തികച്ചും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ PDF കണ്ടന്റുകളും അതുപോലെ തന്നെ മറ്റ് ഡിസ്കഷനുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടൊരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവിനിമയം സാധ്യമാകുന്ന, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതിനുള്ള അവസരമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളിതിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. തികച്ചും സൗജന്യമായി കിട്ടുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെയുള്ള ലിങ്ക് വഴി ഉടൻ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിനെ പറ്റിയാണ്. ഏണസ്റ്റ് അക്കാഡമിയുടെ ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിനകത്ത് സൗജന്യമായിട്ട് തന്നെ നമ്മൾ കുറച്ചധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുന്ന പോലെ തന്നെ തികച്ചും സൗജന്യമായിട്ട് PDF മെറ്റീരിയലുകളും PYQ ഡിസ്കഷനും ഒപ്പം തന്നെ PYQസിൻ്റെ സെറ്റുകളും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള അവസരം അതിനകത്ത് നൽകിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പോലും, അതായത് പേയ്മെൻറ്റ് ചെയ്യാത്തവർക്ക് പോലും സൗജന്യമായിട്ട് കുറേ അധികം സേവനങ്ങൾ ആ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള സൗജന്യമായിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഒപ്പം തന്നെ നോട്ടുകളും ഒക്കെ ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അവസാന നിമിഷമാണ്, അതായത് ഇനിയുള്ള 10-15 ദിവസങ്ങൾ വളരെ കൃത്യമായിട്ടും ചിട്ടയോടും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. അവസാന ലാപ്പാണ്. പ്രീവിയസ് ഇയർ വർക്കൗട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഞങ്ങളുടെ കഴിഞ്ഞ എക്സാമുകളുടെയൊക്കെ റാങ്ക് ജേതാക്കളെയാണ് ഞങ്ങളിതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കൃത്യവും ചിട്ടയോടും കൂടിയുള്ളൊരു പഠനം നിങ്ങളെയും IEO എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനിൽ ഒരു ഉന്നത റാങ്കിൽ എത്തിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.